ആദ്യം നമ്മൾ പോകുന്നത് കോഴിക്കോട്ടേക്കാണ്. ചേളന്നൂർ പോഴിക്കാവൽ ദേശീയപാതയ്ക്കായുള്ള മണ്ണെടുപ്പിനെതിരെ നാട്ടുകാരുടെ പ്രതിഷേധം. പോലീസും നാട്ടുകാരും തമ്മിൽ സംഘർഷമുണ്ടായി. കുന്നിടിച്ച് മണ്ണെടുക്കാൻ അനുവദിക്കില്ല എന്ന് നാട്ടുകാർ വ്യക്തമാക്കിയതാണ് സംഘർഷത്തിനിടയാക്കിയത്. പ്രതിഷേധക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. മണ്ണിൽ 90% കൊണ്ടുപോയി. ഇനി ഞങ്ങൾക്ക് ഞങ്ങളെ ഭാവി നോക്കണം. ഞങ്ങൾക്ക് ഈ നാട്ടിൽ ജീവിക്കണം. ഇനി ഞങ്ങൾക്ക് ഇവിടെ സുരക്ഷിതമല്ല. അതുകൊണ്ട് ഞങ്ങൾ സമരത്തിന് ഇറങ്ങിയതാണ്. പക്ഷെ അത് പോലീസുകാരായി ഞങ്ങൾക്ക് സമരം നടക്കാൻ തന്നില്ല. ഓലെന്തിനാണ് ഇത് ഞങ്ങളെക്കുള്ള വരേണ്ട ആവശ്യമോ? ഓലോട് കൈക്കൂലി വാങ്ങിയിട്ടായിരിക്കും ഓല് ഞങ്ങളെക്കുള്ള ഇതാക്കുന്നത്. ഓലെ കൂടെ മാത്രമേ സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ. ഞങ്ങൾ സമാധാനപരമായിട്ട് വന്നതാ. അപ്പോൾ ലോറി ഞങ്ങൾ അവിടെ ഇരുന്ന് ഞങ്ങളെ മെമ്പറെ ആക്രമിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഞങ്ങളെല്ലാവരും കൂടി എതിർത്തത്. വനിതാ പോലീസ് ഇല്ലാതെ പോലീസുകാരാണ് ഞങ്ങളെ ആക്രമിച്ചത്. ഞങ്ങളെ ചവിട്ടി അങ്ങോട്ട് ഇട്ട് അടിക്കുകയും കൈകൊണ്ട് ഇടിക്കുകയും ചെയ്തിട്ടാണ് മെമ്പർ കോഴീനെ വലിക്കുന്നവർ വലിച്ചിങ്ങോട്ട് ഇട്ടത്. ഇനി ഇവിടുന്ന് ഒരു തരി മണ്ണും എടുക്കാൻ പാടില്ല. ഇവിടെ ഈ പ്രദേശങ്ങൾ മുഴുവനും ഈ ഇതിൻ്റെ ഓണർ വീടാണത്, തൊട്ടടുത്ത്. ആ വീട് പോകില്ലേ, ഒരു പ്രളയമോ അങ്ങനെ എന്തെങ്കിലും വന്നാൽ അത് വരുന്നുണ്ട്, അങ്ങനെ പോകും. പിന്നെ 15-ാം തീയതി വരെ കോടതി നിർത്തിവെച്ച സാധനം അത് സ്റ്റോപ്പ് മെമ്മോ നൽകിയതാണ്. അതിനെതിരായിട്ടാണ് ഇന്നലെ വരെ ഇവിടെ തുടങ്ങിയത്. അപ്പം ഇതൊരു ധിക്കാരായിട്ടാണ് വരുന്നത്. പ്രതിഷേധത്തെ തുടർന്ന് പോഴിക്കാമ്പിൽ ദേശീയപാതയ്ക്കായുള്ള മണ്ണെടുപ്പ് താൽക്കാലികമായി അവസാനിപ്പിച്ചു. അടുത്ത ദിവസം റവന്യൂ ജിയോളജി വകുപ്പുകളുടെ പരിശോധന നടക്കും. ഷഹദ് റഹ്മാൻ കോഴിക്കോട് നിന്ന് ചേരുകയാണ്. ഷഹദ്, ഈ പ്രദേശത്ത് 2 മാസമായി വലിയ പ്രതിഷേധമുണ്ടായിരുന്നു. പിന്നീട് നടത്തിയ ചർച്ചയിൽ ഈ പ്രതിഷേധമൊക്കെ അവസാനിക്കുകയും അതിനുശേഷമാണ് ഇത്തരത്തിൽ വീണ്ടും മണ്ണെടുപ്പ് ആരംഭിച്ചത് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്താണ് ഇന്ന് സംഭവിച്ചത്? ഇപ്പോൾ നാട്ടുകാരുടെ പ്രതിഷേധത്തിൽ നിന്നും പ്രതികരണത്തിൽ നിന്നും മനസ്സിലാക്കുന്നത് 90%-ലധികം മണ്ണ് ഇവിടെ നിന്നും കൊണ്ടുപോയി എന്നുള്ളതാണല്ലോ. പ്രവിധ, ആദ്യം തന്നെ പറയട്ടെ, ഇതൊരു സ്വകാര്യ വ്യക്തിയുടെ സ്ഥലമാണ്. ഈ സ്ഥലമാണ് ഈ ദേശീയപാതയുടെ നിർമ്മാണത്തിൻ്റെ ഭാഗമായിട്ട് മണ്ണെടുക്കാൻ വേണ്ടിയിട്ട് അനുവദിച്ചിട്ടുണ്ടായിരുന്നത്. കരാർ കമ്പനി മണ്ണെടുത്തുകൊണ്ടേ ഇരിക്കുകയാണ്. പ്രവിധ സൂചിപ്പിച്ചതുപോലെ തന്നെ ഏകദേശം 2 മാസത്തോളമായി ഈ പ്രദേശവാസികൾ ഇതിനെതിരെ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ട്, എന്നാൽ ഇതുവരെ അത് അക്രമാസക്തമായിരുന്നില്ല. എന്നാൽ ഇന്നലെയും ഇന്നുമായിട്ട് അത് അക്രമാസക്തമാവുകയായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള കാര്യം. കാരണം നിലവിലെ സാഹചര്യത്തിൽ ഈ മണ്ണെടുപ്പിന് യാതൊരുവിധ തടസ്സവുമില്ല. ജിയോളജി വകുപ്പും അതുപോലെ തന്നെ ബന്ധപ്പെട്ട വകുപ്പുകളുടെയും അനുമതി ഈ മണ്ണെടുക്കുന്നതിന് ഈ കരാർ കമ്പനിക്ക് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് മണ്ണെടുക്കുന്നതിന് യാതൊരുവിധ പ്രശ്നവുമില്ല. പിന്നെ ഈ നാട്ടുകാർ പറയുന്ന 15-ാം തീയതി വരെയുള്ള സ്റ്റോപ്പ് മെമ്മോ എന്ന് പറയുന്നത് നിലവിലെ സാഹചര്യത്തിൽ കോടതി ഇതുമായി ബന്ധപ്പെട്ട അവിടെ നടക്കുന്ന സംഭവ വികാസങ്ങൾ എന്തൊക്കെയാണ്, ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് നൽകണം എന്നുള്ളതാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. അതിനപ്പുറത്തേക്ക് നിലവിലെ സാഹചര്യത്തിൽ യാതൊരു വിധത്തിലും ഒരു സ്റ്റോപ്പ് മെമ്മോ നൽകിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ കരാർ കമ്പനിക്ക് മണ്ണെടുക്കാം. അതുകൊണ്ട് തന്നെ കോടതിയുടെ നിർദ്ദേശമുണ്ട് പോലീസിന്, അതായത് ഈ കമ്പനിക്ക് മണ്ണെടുക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കണം എന്നുള്ളത്. കൂടാതെ കഴിഞ്ഞ ദിവസം കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട ഈ സമരസമിതി പോയ ഘട്ടത്തിൽ പ്രധാനമായിട്ടും ഈ കോടതി അവിടെ നടക്കുന്ന പ്രവർത്തനങ്ങൾ നിയമാനുസൃതമാണ് എന്ന് ഉറപ്പുവരുത്താൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ജിയോളജി വകുപ്പിനെ നിയമിക്കുകയും ജിയോളജി വകുപ്പ് ഇതുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ട് കളക്ടർക്ക് സമർപ്പിക്കുകയും ചെയ്തു. കളക്ടർ ഇത് കോടതിയിലേക്ക് സമർപ്പിക്കുകയും ചെയ്തു. അപ്പോൾ നിലവിൽ 2025 മാർച്ച് 15 വരെ ഇവിടെ നിന്നും മണ്ണെടുക്കാനുള്ള അനുമതി നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. എന്നാൽ നിലവിൽ നാട്ടുകാർ ആരോപിക്കുന്ന പ്രധാനപ്പെട്ട ആരോപണം എന്ന് പറയുന്നത് ഇത് ഒരു മലയോര മേഖലയാണ്. ഇവിടെ നിന്നും വ്യാപകമായിട്ട് ഇത്തരത്തിൽ കുന്നിടിക്കുന്നത് കൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നൊരു കാരണമാണ് നാട്ടുകാർ പ്രധാനമായിട്ടും ഉന്നയിക്കുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് നാട്ടുകാർ ഇപ്പോൾ സമരം ശക്തമാക്കുകയും ചെയ്തിട്ടുള്ളത്. അതിന് പ്രധാനമായിട്ടും ഇവർ ചൂണ്ടിക്കാണിക്കുന്നത് പ്രദേശത്തെ കിണറുകളിലെ വെള്ളം കുറഞ്ഞു, അതുപോലെ തന്നെ ചെറിയ മഴ പെയ്യുമ്പോഴത്തേക്കും വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. കൂടാതെ രോഗികൾ ഉൾപ്പെടെ പ്രായമായ ആളുകൾ ഉൾപ്പെടെ താമസിക്കുന്ന ഒരു ഇടമാണ്. ആ ഇടത്തു നിന്നാണ് രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ യഥേഷ്ടം വ്യാപകമായിട്ട് ഈ മണ്ണുകൾ കൊണ്ടുപോകുന്നത്. അത് അവിടെയുള്ള ആളുകൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് എന്ന ആരോപണവും ഈ നാട്ടുകാർ ഉന്നയിക്കുന്നുണ്ട്. അപ്പോൾ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം നാട്ടുകാർ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ ജെനുവിനാണ്, അല്ലെങ്കിൽ അത് അവരെ സംബന്ധിച്ച് അവരുടെ ന്യായമായിട്ടുള്ള ആവശ്യമാണ്. എന്നാൽ ഇതിൽ ഇടപെടുകയാണ്.